നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലെത്തിച്ചു. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി. വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും. US പെറു സന്ദർശനം വെട്ടിച്ചുരുക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകം. ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. അനുശോചനം രേഖപ്പെടുത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ ഇന്ത്യക്ക് പിന്തുണയറിയിച്ച് ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോനിയും ജർമ്മൻ ചാൻസലറും. ഇന്ത്യക്ക് സഹായം വാഗ്ദാനം ചെയ്ത സൗദി കിരീടാവകാശി. പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ശ്രീനഗറിൽ പൂർത്തിയായി. രാമചന്ദ്രൻ പഹൽഗാമിലെത്തിയത് ഇന്നലെ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് അസം സ്വദേശി അമിത് ഉറാം. അമിത്തിനെ പിടികൂടിയത് തൃശൂർ മാള മേലടൂരിൽ നിന്ന്. അമിത് മരിച്ച വിജയകുമാറിന്റെ വീട്ടിലെ മുൻ ജോലിക്കാരൻ. ബാരാമുള്ളയിലെ ഉറിയിലെ ഏറ്റുമുട്ടലിൽ നുഴഞ്ഞുകയറ്റക്കാരായ 2 ഭീകരരെ വധിച്ചതായി സൈന്യം. നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത് 3 ഭീകരർ. പ്രദേശത്ത് നിന്ന് വൻ ശേഖരം പിടികൂടിയതായി സൈന്യം. PV അൻവറുമായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന നിർണായക ചർച്ച ഇന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രവേശനം വേണമെന്ന് അൻവർ. തൃണമൂൽ വിട്ട് പുറത്തു വന്നാൽ മുന്നണിയുമായി സഹകരിപ്പിക്കാമെന്നും കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്നു മുതൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മൃതദേഹം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിക്കും. മൃതദേഹം എത്തിക്കുക കാസ സാന്താ മാർത്തയിൽ നിന്ന് വിലാപയാത്രയായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം ശനിയാഴ്ച വരെ. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. ലക്നൌവിനെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റ്. സ്വർണം വെള്ളി നിരക്കുകൾ.